ചിക്കനും ഉരുളൻകിഴങ്ങും കറി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറ് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇതൊക്കെ വാരി പൊതിഞ്ഞ് കെട്ടി നമുക്കൊരു ട്രിപ്പ് പോവാം. മല റെഡിയാണോ? പോവാ, നമുക്ക് ചാറ്റം പോവാ. ചാറ്റം പോവാ. വെള്ളം, ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. റെഡി, അപ്പ റെഡി. അവൻ മറക്കാണ്ട് അവന്റെ തൊപ്പി എടുക്കും, സൂര്യനെ മാത്രം എടുക്കില്ല. ഓക്കെ, എന്നാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് നോക്കും അപ്പന്റെ ഫോൺ കാണണമെങ്കിൽ. അപ്പൊ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിന്ന് ബ്ലൂ സ്പ്രിങ് കാണാനാണ് പോകുന്നത്. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോ ഒരു 3:30 ആയിട്ടുണ്ട്. 4 ആയില്ലേ? പക്ഷെ 24 hours ഓപ്പൺ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പൊ നമുക്കതൊന്ന് വെയിലാറുമ്പോഴത്തേനും എത്തിയാൽ മതിയല്ലോ. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങള് കുറച്ച് നാളൊക്കെ ആയിട്ട് കുറച്ച് യാത്രകളൊക്കെ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. 2 ആഴ്ചയായി ഇപ്പൊ. നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയായിരുന്നു. നമ്മുടെ മിസ്റ്റേക്ക് അല്ല. തട്ടല്ല, ഇടിച്ചു. നമ്മള് എവിടേക്ക് പോയി വെച്ചിട്ട് അന്ന് പിഹാർ ബീച്ചിലേക്ക്. പക്ഷെ അന്ന് ഇറങ്ങുമ്പോ എന്റെ മനസ്സ് പറയുന്നുണ്ട് ഒന്ന് പോണ്ട, ഒരു മൂഡില്ലായിരുന്നു പോവാനായിട്ട് ആക്ച്വലി. പക്ഷെ ഞങ്ങള് ഓക്കെ വെക്കേഷനൊക്കെ ആണല്ലോ പോവാന്ന് വിചാരിച്ചു പോയി. പിഹാ ഇങ്ങ് ഒരു 8 കിലോമീറ്റേഴ്സും കൂടി ഉണ്ടായിരുന്നല്ലോ എത്താന്. അപ്പോഴത്തേനും നമ്മുടെ വണ്ടിയുമേ ഒരു ചൈനയാണോ ഫിലിപ്പീനാണോ എന്തോ പുള്ളിക്കാരൻ ഒന്നിടിച്ച് കയറ്റി. എയർ ബാഗ് ഒക്കെ വരികയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവരുടെ വണ്ടിയുടെ എയർ ബാഗ് ഔട്ടായി, വണ്ടി ക്യാൻസൽ ആയി പോയി. നമ്മുടെ പാത്ത് ഫൈൻഡറും കൊണ്ടാണ് നമ്മൾ പോയിണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങ് ആ ഇരുമ്പമ്മ ഇടിച്ച് നിന്നു. ഇല്ല വേറെ ഏതെങ്കിലും വണ്ടി ആയിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയേനെ. പക്ഷെ ആ ഒരു എന്താ പറയാ, ഒരു ട്രോമ എന്നൊക്കെ ആണെങ്കിൽ പറയാം, ഒരു ഷോക്ക് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച 2 ഇപ്പോഴും എനിക്ക് അതിന്റെ പെയിൻ ഉണ്ട്. ദൈവം സഹായിച്ച് നമുക്ക് ഒരാൾക്കും ഒരു പോറൽ പോലും ഏൽക്കാണ്ട്, നമുക്കായാലും അവർക്കായാലും. അപ്പൊ അവർക്കും എന്തെങ്കിലുമൊക്കെ വരുമായിരുന്നു, നമുക്കും അങ്ങ് വിഷമാവുമല്ലോ. എന്താ പറയാ, 100% അവരുടെ ഭാഗത്തായിരുന്നു കേട്ടോ മിസ്റ്റേക്ക്. നമ്മള് എല്ലാവർക്കും അറിയാം, പിഹായിലേക്ക് പോകുമ്പോ തന്നെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ടുള്ള ടേണിങ്സ് ഒക്കെയാണ്. എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ആള് ഇത്രയും റോങ് ആയിട്ടുള്ള ഒരു ട്രാക്കിൽ ഇത്രയും സ്പീഡിൽ വന്ന് ഇടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അത്രമേ ഒരു ഡ്രൈവിംഗ് അറിയാത്ത ഒരു ആളായിരിക്കണം അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പോകുന്ന സെയിം ട്രാക്കിൽ, അത് ഇത്രയും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ടേൺ ആണ് കേട്ടോ. നമ്മൾ പോകുന്ന അതേ ട്രാക്കിൽ തന്നെ ആ പുള്ളിക്കാരൻ ഓപ്പോസിറ്റ് നിന്ന് വരുക. നമ്മൾ പിഹയിലേക്ക് പോകുന്നു, അവര് പിഹയിൽ നിന്ന് തിരിച്ചു വരുമായിരുന്നു കേട്ടോ. അത്രയും ഓവർ സ്പീഡില് നമ്മൾ നോക്കുമ്പോ നമ്മുടെ സെയിം ട്രാക്കിൽ അങ്ങ് വന്ന് ഇടിക്കുമായിരുന്നു. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കണ്ടില്ല. കാരണം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു റിലേ വരുന്നത് എന്താണ് ഉണ്ടായെന്നുള്ളത്. ഞാൻ ബാക്കിലും, ഞാനും അമ്മാളും ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു. അച്ചൂസും സുജനായിരുന്നു ഫ്രണ്ടില്. അങ്ങനെ ഒരു സംഭവം കടന്നുപോയി. അതിൽ നിന്ന് എനിക്കൊരു പാഠം മനസ്സിലായി. നമ്മളങ്ങ് പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റും അതുപോലെ പിള്ളേരൊക്കെ വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ പിള്ളേരുടെ കാർ സീറ്റും ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അതായത് എന്താ പറയാ, ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക കേട്ടോ. കാരണം അമ്മാളുടെ ഒക്കെ ആ ഒരു ബേബി സീറ്ററിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കാർ സീറ്റിലാണ് ഇരുത്തുന്നത്. അതിന്റെയൊക്കെ യൂസ് എന്താന്നുള്ളത് കൺമുമ്പിൽ ഇരുന്ന് കണ്ടു. 1 മിനിറ്റ് എനിക്ക് കുറച്ചു നേരത്തേക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് സ്റ്റക്കായി പോയി. പിള്ളേരുടെ കരച്ചിലും ആ ഒരു ഇടിച്ച സൗണ്ട്, അവരുടെ ഓപ്പോസിറ്റുള്ള വണ്ടിയുടെ എയർ ബാഗ് പൊട്ടിയ സൗണ്ട്, അതൊക്കെ കേട്ടിട്ടേ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മള് വണ്ടിന്ന് ഇടിച്ച് ഇറങ്ങുമ്പോഴേ പുള്ളിക്കാരനങ്ങ് മാപ്പ് പറഞ്ഞ് സോറി ബ്രദർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ആർക്കൊന്നും പറ്റിയില്ലാത്ത കാരണം കൊണ്ട് ഓക്കെ. പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്കതൊന്നും കേൾക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. പക്ഷെ നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു കിവി ആയിരുന്നു, യൂറോപ്പിന് ആരായിരുന്നു വെച്ചിട്ട് ഇവിടുത്തെ ആളായിരുന്നു അല്ലെ, ഇവിടുത്തെ ഒരു ആളുണ്ടായിരുന്നുണ്ട്. പുള്ളിക്കാരനും അങ്ങ് പ്രോപ്പറായിട്ട് വണ്ടിയൊക്കെ നിർത്തി. അവരാണ് ആംബുലൻസും പോലീസിനൊക്കെ ഇൻഫോം ചെയ്തത്.
നമുക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഫോൺ ചെയ്യാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പിള്ളേർക്കൊന്നും ആയില്ലല്ലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വന്നു. അപ്പോഴത്തേനും ആ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്, പുള്ളി പോലീസിനെ ഇൻഫോം ചെയ്ത്, ആംബുലൻസിനെ ഇൻഫോം ചെയ്ത്, കുറച്ചു നേരത്തേക്ക് ഞാൻ അങ്ങ് നീണ്ടു ദൂരത്ത് കിടന്നു നടു റോഡില്. കാരണം എനിക്ക് സീറ്റ് ബെൽറ്റ് ഇഞ്ചുറി ആയിരുന്നു കുറച്ച്. അതിന്റെ പെയിൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പറയുമ്പോ 2 ആഴ്ച കഴിഞ്ഞല്ലേ സുജിട്ടാ, ഒരു ഇഞ്ചുറി ആയതിന്റെ ഒരു പെയിൻ എനിക്ക് ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ നമ്മള് അങ്ങനെ കിടന്നപ്പോഴത്തേനും എന്താ പറയാ, എത്ര പേരാ വന്നല്ലേ ഹെൽപ്പ് ചെയ്യാൻ. ഒരു നേഴ്സ് പ്രാക്ടീഷണർ വന്നായിരുന്നു. അവര് ഫാമിലി ആയിട്ട് പെഹേലിക്ക് പോയോണ്ടിരിക്കുന്നു. അവര് വണ്ടി നിർത്തി, അവരിറങ്ങി വന്നു. പിന്നെ ഒരു എമർജൻസി നേഴ്സ് വന്നു. ഇവരൊക്കെ നമ്മൾ വിളിച്ചിട്ട് വന്നല്ലോ കേട്ടോ. ഇവരൊക്കെ ഓൺ ദ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. മീൻസ് അവര് ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത്, പൾസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, പിന്നെ ആംബുലൻസ് വന്നു. അവർ ECG എന്റെയാണ് എടുത്തത്. എന്റെ ECGയും കാര്യങ്ങളും എനിക്ക് അപ്പൊ തന്നെ പെയിൻ മെഡിക്കേഷൻ ഒക്കെ തന്നു. പിന്നെ പോലീസ് വന്നു. അതൊക്കെ വിത്തിൻ സെക്കൻഡ് അല്ലേ, 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും എത്തി. അപ്പോ എന്താണ്, നമ്മളിങ്ങനെ പറയും മെറ്റീരിയൽസിനോട് നമ്മൾ അധികം ഇങ്ങനെ ഒരു സ്നേഹം വെക്കരുതെന്ന് പറയും. പക്ഷെ നമ്മുടെ വണ്ടി ഒന്ന് മാറി വർക്ക്ഷോപ്പിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ, ഇപ്പൊ ഒരു പുതിയ വണ്ടിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ പറയില്ലേ അവർ ന്യൂ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞിട്ടല്ലേ പോസ്റ്റ് ചെയ്യാ. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ശരിക്കും ആ റിക്കവറിക്കാര് വന്നിട്ട് നമ്മുടെ വണ്ടി, കാരണം നമ്മുടെ വണ്ടിക്ക് ചെറുതായിട്ട് ആ ഒരു എന്താ പറയുന്ന റേഡിയേറ്ററിൽ കുറച്ച് ലീക്ക് വന്നു. പിന്നെ അത് പൊട്ടി, ഫ്രണ്ടിലത്തെ ബമ്പർ എന്തോ അത് പൊട്ടി. അപ്പൊ റിക്കവറിക്കാര് ഓൺ ദ സ്പോട്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് വന്നിട്ടാണ് വണ്ടി കൊണ്ടുപോയത് വർക്ക്ഷോപ്പിലേക്ക്. ഇനിയിപ്പോ ഇൻഷുറൻസ് അത് കവർ ആവുമല്ലോ, ക്ലെയിം ആയി. അതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് വണ്ടി തട്ടി, നമുക്കൊന്നും പറ്റിയിട്ടില്ല, പിള്ളേരൊക്കെ സേഫ് ആണെന്ന് അറിഞ്ഞിട്ട് ഓക്കെ, നമ്മളെല്ലാരും സേഫ് ആയി എന്നുള്ളതാണ് ഫസ്റ്റ് കൺസേൺ. അത് ഓക്കെ, നമ്മളെല്ലാരും സേഫ് ആയി, ആർക്കൊന്നും പറ്റിയിട്ടില്ല, പിള്ളേർ ഓക്കെ ആയി. പിന്നത്തെ എന്റെ ഒരു കൺസേൺ എന്റെ വണ്ടി. അയ്യോ, അവര് റിക്കവറിക്കാര് അതിൽ കയറ്റിട്ടിട്ട് വണ്ടി കൊണ്ടുപോകുമ്പോണ്ടല്ലോ, നമുക്ക് ചങ്ക് കൊണ്ടുന്ന ഒരു വേദനയായിരുന്നു കേട്ടോ. നമ്മൾ അത്രയും സൂക്ഷിച്ചു കൊണ്ട് നടന്ന നമ്മുടെ പാത്ഫൈൻഡറാണ്. ശരിക്കും അതിങ്ങനെ പോയപ്പോണ്ടല്ലോ അച്ചൂസിന് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, നമ്മുടെ വണ്ടി പോവാണല്ലോ ഒക്കെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് കോണ്ടാക്ട് ചെയ്തായിരുന്നു സുജിട്ടാ, നെക്സ്റ്റ് വീക്ക് അല്ലേ, നെക്സ്റ്റ് വീക്ക് ഫുള്ള് പണിത് തീർത്തവര് തരുട്ടോ. നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര സങ്കടം. നമ്മൾ ശരിക്കും എന്തോ ഒരു മെമ്പർ വീട്ടിൽ നിന്ന് പോയ പോലത്തെ ഒരു സങ്കടം കേട്ടോ. കാരണം ശരിക്കും അവനാണ് ഞങ്ങളെ രക്ഷിച്ചത്. വേറെ ഏത് വണ്ടിയിലായിരുന്നു ഇത്ര വലിയൊരു ഇടി ഇടിച്ചെങ്കിൽ നമ്മളെല്ലാവരും തീർന്നു പോയേനെ. നമ്മുടെ പാത്ത് ഫൈൻഡർ നമ്മളങ്ങനെ എന്താ പറയാ സംരക്ഷിച്ച് നിർത്തി. പിന്നെ എന്തായിരുന്നു സുജിട്ട്, പിന്നെ അവരുടെ വണ്ടി ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു അല്ലേ, റിക്കവറി അത് ക്യാൻസൽ ആയി തോന്നുന്നു. കാരണം എയർ ബാഗ് വന്നു, അത് ഫുള്ള് ഡാമേജ് ആയി. അപ്പൊ അത് ക്യാൻസൽ. അവരുടെ വണ്ടി രണ്ടാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു റിക്കവറി, 2 വണ്ടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവര് എടുത്തില്ല, നമ്മുടെ വണ്ടി കൊണ്ടുപോയി. നമുക്ക് വലിയ ഇതൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയാ, നമുക്ക് അങ്ങ് സങ്കടം തോന്നി. എന്തോ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് പറ്റി. പക്ഷെ പോലീസൊക്കെ വന്ന് ഫുൾ എന്തോ ഫൈനോ എന്തോ ഒരു പേപ്പേഴ്സ് ഒക്കെ അവർക്ക് എഴുതി കൊടുക്കണ കണ്ട്. അതൊരു ചെറിയ പയ്യനായിരുന്നു തോന്നുന്നു സുജിട്ടാ. കാരണം ഒരു പയ്യനും 2 പെൺപിള്ളേരായിരുന്നു ഉണ്ടായിരുന്ന വണ്ടിയിൽ. അറിയില്ല ഇവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് എന്താ അവരുടെ ഭാഗത്ത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്ത് പണിഷ്മെന്റ് ആണോ അവർക്ക് കൊടുക്കുന്ന, ലൈസൻസ് കട്ടാക്കുവാണോ ഫൈനാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ആക്ച്വലി. കാരണം നമ്മളും അവരും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പോലീസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അല്ല, അത്രയും മിസ്റ്റേക്ക് ആണ് അവരുടെ ഭാഗത്ത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടി പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ. നമ്മള് ഇങ്ങനെ കുറെ പേര് നമ്മൾ പറഞ്ഞു നമ്പർ കളക്ട് ചെയ്യണം, അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി ഒക്കെ എടുക്കാം. പക്ഷെ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ലേ പോലീസ്. അവര് പറഞ്ഞത് അവർ ഓൾറെഡി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാം, അത് കൊടുത്താൽ മതി ഇൻഷുറൻസുകാർക്ക്, ഇവരുടെ കോണ്ടാക്ട്സ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല എന്നോട് പറഞ്ഞേ. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു. ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെന്താ, സത്യം പറഞ്ഞാൽ സൂചയുടെ ഇങ്ങനെ പാത്ത് ഫൈൻഡർ ഇങ്ങനെ പഴയത് ഇങ്ങനെ തപ്പി നടക്കുമ്പോ ഞാനിങ്ങനെ, സൂചന്റെ ഏത് മോഡൽ വേണ്ടായിരുന്നേ, 2009 മോഡൽ തന്നെ വേണം. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഈ വണ്ടി മേടിക്കാൻ പോണ സമയത്ത് അത് മാത്രമേ എടുക്കുള്ളൂ എന്ന്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ മനസ്സിലായി എനിക്ക് എന്തുകൊണ്ടാണ്. ഫസ്റ്റ് ഒരു അനുഭവം അല്ല സൂചിട്ട്. ദുബായിലും ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം.
ദുബായിൽ നമ്മൾ പാത്ത് ഫൈൻഡർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. 9 തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അറിയാം ആ വണ്ടി. ദുബായിലും നമ്മുടെ പുതുപുത്തം പോലത്തെ വണ്ടിയായിരുന്നു. നമ്മളിങ്ങനെ ഏത് റോഡിലൂടെ പോണ്ടായിരുന്നു, എമിറേറ്റ്സ് റോഡ് ഏതി കൂടെ ആയിരുന്നു. എമിറേറ്റ്സ് റോഡ് കൂടെ പോണ സമയത്ത് നമ്മുടെ ബാക്കിൽ വന്നിട്ട് ഒരു പുള്ളിക്കാരൻ വന്നിടിച്ച്. അന്നും ഈ പറഞ്ഞ പോലെ സങ്കടം. അന്ന് വലിയതായിട്ട് ഇത്ര അപകടം അങ്ങനെ ആർക്കും ഉണ്ടായില്ലല്ലോ. ഇത്ര വലിയൊരു ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയേ ഉള്ളൂ. അത് ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് ടൈം ആയിട്ട് നമുക്ക്. പിന്നെന്താ, പിന്നെ നമ്മളെന്താ ഇവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടാവില്ല നമ്മുടെ വണ്ടിക്ക്. അവരെ ഇൻഫോം ചെയ്യാം. പിന്നെ ആ ഒരു പോലീസ് റിപ്പോർട്ടിന്റെ നമ്പറൊക്കെ കിട്ടും അവര് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ നമ്പർ അവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ. പിന്നെ അവരങ്ങ് പ്രൊസീഡ് ചെയ്തോളും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങള്. പണി റിക്കവറിക്കാരെ അടിക്കും കൊണ്ടുപോയി യാർഡിലേക്ക് അല്ലേ വണ്ടി കൊണ്ടുപോയത്. അവരുടെ യാർഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഗ്യാരേജില്, യൂറോപ്യൻസിന്റെ ഗ്യാരേജ് അല്ലേ ഇത്, അവിടെ അങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ. പിന്നെ ഒരു എക്സസ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് തന്നായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, അവരുടെ ഭാഗത്താണ്. നിങ്ങൾക്ക് പോലീസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വേവ് ചെയ്ത് പൊക്കോളും. അങ്ങനെയാണ് ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴല്ലേ നമുക്കിങ്ങനെ അല്ലേ കൂടുതൽ മനസ്സിലാവുന്നത്. അതെ, വളരെ സിമ്പിൾ. പെണ്ണ് നല്ല ഉറക്കത്തിലാട്ടോ. കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന് ഉറങ്ങാൻ സൂചിച്ചാ. അതെ, സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് ഉറങ്ങണേ അവള്. അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം, ഒന്നുമില്ലെങ്കിൽ അപ്പയുടെ ചെയ്ത്തുമ്പോ പിടിക്കൂ. ഉറങ്ങണ സമയത്ത് എവിടെയെങ്കിലൊക്കെ ഒന്ന് പിടിക്കണം അവൾക്ക്. അപ്പയ്ക്ക് ചുക്ക് കാപ്പി, ഞാൻ ഇച്ചിരി ചെറിയ കഴിക്കാം. പെണ്ണ് ചെറിയ കഴിക്കുന്നുണ്ട് അവിടെ. നമ്മൾ എന്നിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചോട്ടെ നമ്മൾ. പിന്നെ എനിക്കിത്തിരി ചുക്ക് കാപ്പി വേണം അപ്പ. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ കേക്ക് വേണോ? ആ, വെക്കാം. ആ, അവള് കേക്ക് കഴിക്കാൻ വേണ്ടിട്ടാ. അച്ഛന് വേണേ നീ അത് കഴിക്കാൻ തരാം. എന്തോ കേക്ക് വേണോ പെണ്ണിനെ? നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ബ്ലൂ സ്പ്രിങ് നടക്കാനുണ്ടെന്ന് തോന്നുന്നു ഒത്തിരി. വരുന്നു. ഡക്കാണ്, ഡക്ക്. വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, പലതരപ്പാ. അച്ചു, ഇതിന്റെ പ്രത്യേകത കണ്ട, ബ്ലൂ ആണ് കളറ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. ഞാൻ പറഞ്ഞു സ്വിമ്മിങ് സൂട്ടൊക്കെ എടുക്കാൻ അതിലിറങ്ങാൻ പറ്റും തോന്നണില്ല. അല്ലാണ്ട് പൊട്ടിച്ചിട്ട് ഫിഷ് ടാങ്കിൽ വെച്ചാലോ? അപ്പ നല്ല കണ്ണാടി പോലത്തെ ചില്ല് പോലത്തെ വെള്ളം. ശരി, നമ്മൾ ഈ പെയിന്റിങ്സിലൊക്കെ കാണില്ല വെച്ചു അതുപോലെ അല്ലേ. നാച്ചുറലാണ്. ആ ചെടിയാണ് അതിന്റെ ഭംഗിയാ, വെള്ളത്തിലാണ് നിക്കുന്നത്. അവിടെ ഒരു അരുവി വരുന്ന പോലെ അല്ലേ. മീന 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 ശരിക്കൊരു ഫിഷ് ടാങ്ക് അക്വേറിയത്തിലേക്ക് നോക്കണ പോലെ അല്ലേ. നാച്ചുറലാന്ന് തോന്നണില്ല. ഒരു ആണോ?
കേട്ടോ.